നമുക്കിന്ന് ഗ്രീൻ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് ഹരിയാലി മുർഗ് എന്നും പറയും. ഹരിയാലി മുർഗ് എന്ന് വെച്ചാൽ പച്ച നിറത്തിലുള്ള ചിക്കൻ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 2 ചിക്കൻ ലെഗ് വലുതെടുക്കാം. അതിൽ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ നാരങ്ങയുടെ പകുതി പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇതിൽ തിരുമ്മി യോജിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം ഇതിലേക്ക് മസാല പിടിക്കുന്നതിനായിട്ട് വെക്കാം. ഈ തൈരും നാരങ്ങാനീരും ചേർക്കുന്നത് കാരണം ചിക്കൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി 4 ചെറിയ പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 8-9 വെളുത്തുള്ളി. ഇനി ഒരു പിടി മല്ലിയില കഴുകിയെടുത്തത്, ഒരു കൈ നിറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇത്രയും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. സാധാരണ ഇതിൽ പാലക് ചീര അരച്ച് ചേർക്കാറുണ്ട്. ഞാനിതിൽ ചേർത്തിട്ടില്ല. ഇനി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. അപ്പോൾ ഒരു കൂട്ടത്തിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിവിടെ 2 സ്വീറ്റ് കോൺ ആണ് ചേർക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയുടെ എല്ലാത്തിൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുന്നതിന് കുറഞ്ഞ ഒരു 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. കൂടുതൽ വെച്ചാൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ അത് ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കാം. ഇനി ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒരു ഫോയിൽ പേപ്പർ ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ ഒരു വയർ റാക്ക് വെക്കാം. പിന്നെ ഒരു ഫോയിൽ പേപ്പറിലേക്ക് ആ സ്വീറ്റ് കോൺ ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ ചിക്കനൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കോണും കൂടെ ബേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. കോൺ ഇല്ലെങ്കിൽ ഉപയോഗിക്കണമെന്നില്ല. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് പകരം ഉപയോഗിക്കാം. ചിക്കൻ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വയർ റാക്കിൽ കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും തൂത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ഓയിൽ സ്പ്രേ ചെയ്തിരിക്കുകയാണ്. ഇനി അതിന് മുകളിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ വയർ റാക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ ട്രെയിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യാം. ആദ്യം ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. 450 ഡിഗ്രി ഫാരനൈറ്റിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. അത് 230 ഡിഗ്രി സെൽഷ്യസ് ആണ്. മാനുവൽ ആണെങ്കിൽ 10 മുതൽ 15 മിനിറ്റ് വരെ ടൈം സെറ്റ് ചെയ്തിട്ട് പ്രീഹീറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക് ആണെങ്കിൽ അതിൽ ബീപ്പ് സൗണ്ട് കേൾക്കും പ്രീഹീറ്റ് ആയി കഴിയുമ്പോൾ. ഇനി ഇത് ചൂടായി കിടക്കുന്ന ഓവനിലേക്ക് വെച്ചിട്ട് 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് അത് റെഡി ആയോ എന്നൊന്ന് ചെക്ക് ചെയ്തോണം. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി പുറത്തെടുക്കാം. കോൺ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ ചിക്കൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം, തിരിച്ചു വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് അടുത്ത സൈഡൊന്ന് തിരിച്ചു വെക്കാം. അപ്പോൾ ആദ്യം ഉപയോഗിച്ചിരുന്ന ഫോയിൽ പേപ്പർ വേണമെങ്കിൽ മാറ്റിയിട്ട് വേറൊന്നും ഇടാം. അപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഫ്രൈ പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇനി ഇതൊരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ബ്രോയിൽ മോഡിൽ ഇട്ടിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ട് ബ്രൗൺ ആക്കി എടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് നല്ല ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് ഒരു 5 മിനിറ്റ് ബ്രോയിൽ മോഡിൽ ഇട്ടിട്ട് ബ്രൗൺ ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രീൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിരുന്ന കോൺ നമുക്കിനി തുറന്ന് നോക്കാം. കോണും റെഡി ആയിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഡാർക്ക് മഞ്ഞ നിറത്തിൽ വരും. ഈ കോണിൻ്റെ പുറത്തുള്ള മസാലയുടെ ഒരു റോ ടേസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് ഒരു 2 മിനിറ്റും കൂടെ ബ്രോയിൽ മോഡിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകിൻ്റെ എരിവൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക.